കേന്ദ്ര സർക്കാർ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് AITUC പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ നടത്തി. മാന്തോപ്പ് മൈതാനിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ലേബർ കോഡ് പിൻവലിക്കുക, ശ്രംശക്തി നീതി 2025-നെതിരെ എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് AITUC കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയകോട്ടയിലെ മാന്തോപ്പ് മൈതാനിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷ പാർട്ടികളും ചേർന്ന് തയ്യാറാക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഇന്ത്യയിലെ പാവപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 100 ദിവസമെങ്കിലും തൊഴിൽ ഉറപ്പു നൽകുന്ന ഒരു നിയമനിർമ്മാണം നടത്തണമെന്നും അതിലൂടെ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ നൽകണം എന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് 2005 രാജ്യത്ത് 1ാം UPA ഗവൺമെന്റ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 2006 ഇന്ത്യ രാജ്യത്ത് 150 ജില്ലകളിൽ ആ പദ്ധതി നടപ്പിലാക്കി. കേരളത്തിലെ വയനാടും പാലക്കാട്ടുമായിരുന്നു ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. 2007 ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ആ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിൽ രാജ്യത്തെ കോടിക്കണക്കായ പാവങ്ങൾക്ക് ആശ്വാസമേകുന്ന പദ്ധതി നടപ്പിലാക്കി. ചടങ്ങിൽ K. ശാർങ്ങധരൻ അധ്യക്ഷനായി. N. ബാലകൃഷ്ണൻ, CK. ബാബുരാജ്, P. മിനി, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, K. ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗോവിന്ദൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ PM. മിനിമോൾ എന്നിവർ സംസാരിച്ചു. A. ദാമോദരൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.